ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മുടെ സീസൺ 1 മൂന്നാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ചമ്മന്തിയാണ്. ഒന്നും വഴട്ടാതെ തന്നെ പച്ചയ്ക്ക് അരയ്ക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയാവും. ആദ്യമേ മിക്സി ജാറിൽ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തു. ഒരു ചെറിയൊരു സവാള അതും ചെറിയ കഷ്ണമാക്കി മുറിച്ച് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർക്കാം. വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ചമ്മന്തി റെഡിയായി. ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ അരച്ചത്. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി വെക്കുക. അടുത്തത് കുറച്ച് വലിയ ബൗളെടുക്കുക. വലുതായിട്ട് ഞാൻ കുറച്ചുകൂടി വലിയ ബൗളെടുത്ത് അതിൽ ഒരു സവാള തീരെ ചെറുതായിട്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അത് ചേർത്തു. അപ്പം അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ചെറിയതായിട്ട് ചീകിയെടുക്കണം. ഏറ്റവും ചെറുതായിട്ട് ക്യാരറ്റ് ചീകി എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഈ സവാളയുടെ കൂടെ ചേർക്കുക. ഒരു ചെറിയ ബൗൾ മാത്രം മതിയാവും. നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് ചേർക്കുക. അപ്പം ഞാൻ ഇത്രയും ചേർത്തു. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർക്കണം. അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അരിഞ്ഞ് ചേർത്തു. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. ഞാൻ ഉപ്പൊന്നും ചേർത്തില്ല, ചേർക്കാതെ തന്നെ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയിൽ ചേർക്കാൻ വേണ്ടിയാണ് ഈ മിക്സ്. ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി ദോശയിലിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. കാണുമ്പം അവർ കഴിക്കും. നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് എല്ലാവർക്കും ഈ വെജിറ്റബിൾസും സവാളയും ക്യാരറ്റും മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും, കാണാനും ഭംഗിയായിരിക്കും. അപ്പോൾ തട്ട് ദോശയുടെ രൂപത്തിൽ നമ്മൾ ഒഴിച്ച് പരത്തണം. അധികം നൈസാവരുത്, അധികം കട്ടിയാവരുത്. അപ്പോൾ ആദ്യം ദോശക്കല്ല് ചൂടാക്കി എണ്ണ അടച്ച് ദോശമാവ് ഇഡ്ഡലി മാവോ ദോശമാവോ നമുക്കിതിന് യൂസ് ചെയ്യാം. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുത്ത് ആദ്യമേ കരിവേപ്പില പൊടി കുറച്ച് ഞാൻ തൂക്കി. കരിവേപ്പില പൊടി ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി പൊടിച്ചതാണ്. കരിവേപ്പില ചമ്മന്തി പൊടിയാണിത്. കരിവേപ്പിലയും കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, കുറച്ച് ജീരകം, കുരുമുളക്, ചുമന്ന മുളക് ഇതെല്ലാം തനിച്ച് വറുത്ത് ഉപ്പ് ചേർത്ത് കുറച്ച് കായം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് പൊടിച്ച് വെച്ചതാണ്. ആദ്യമേ കരിവേപ്പില പൊടി ചേർക്കുക. ഈ പൊടി ഇല്ലെങ്കിൽ ഇഡ്ഡലി പൊടിയാണെങ്കിലും ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സവാള, ക്യാരറ്റ്, മല്ലിയിലയും കൂടി ദോശയുടെ മീതെ എല്ലായിടത്തും വിതറിയിടുക. അപ്പോൾ എല്ലായിടത്തും വിതറിയിട്ട് കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് എല്ലായിടത്തും വരുന്ന പോലെ ചേർത്ത് ഒഴിക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഊത്തപ്പം എന്ന് പറയാം, തട്ട് ദോശ എന്ന് പറയാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് ഹെൽത്തിയുമാണ്, ടേസ്റ്റുമാണ്. അവർ ഈ കളർ കണ്ട് കഴിച്ചോളും. അപ്പോൾ കുറച്ച് നെയ്യ് തൂത്തു എല്ലായിടത്തും ഒഴിച്ചു. ഇപ്പോൾ തീ കുറച്ച് കുറവാക്കി വയ്ക്കണം. മീഡിയം തീയിൽ വയ്ക്കണം, കൂട്ടി വയ്ക്കരുത്. കുറച്ച് കട്ടിയായിട്ട് ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് മീഡിയം തീയിൽ വെച്ച് വേണം നമ്മൾ ഈ ദോശ വേവിച്ചെടുക്കാൻ. അപ്പം നല്ല ടേസ്റ്റാണ്. ഈ ദോശയും പച്ചയ്ക്ക് അരച്ച തക്കാളി, സവാള ചേർത്തുള്ള ചമ്മന്തിയും കൂടി തൊട്ട് കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് ചട്ടകം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മറിച്ചിടുമ്പം വിട്ടു പോകാതിരിക്കാനാണ്. അപ്പോൾ ഒരു സൈഡ് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിടുക. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. കുറച്ച് കട്ടിക്ക് ഒഴിക്കുന്നതുകൊണ്ട് നമ്മൾ കട്ടിക്ക് തന്നെ ഒഴിക്കണം. എന്നാലേ നമ്മൾ ചേർക്കുന്ന മിക്സ് അതിൽ നന്നായിട്ട് പിടിച്ച് നിൽക്കുകയുള്ളൂ.
അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ദോശ ഉണ്ടാക്കി നിങ്ങളെല്ലാവരും കഴിക്കണേ. കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്ക്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. അപ്പം ഇതിന് പകരം വേറെ വെജിറ്റബിൾസ് ബീറ്റ്റൂട്ട് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. ഞാനിടുന്ന ഓരോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ലളിതമായ രീതിയിലാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ഇതുപോലെ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. നല്ല ഹെൽത്തിയുമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. വെജിറ്റബിൾസൊക്കെ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നമ്മൾ പച്ചക്ക് അരച്ച ചമ്മന്തി ആണെങ്കിലും ഈ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല കളർഫുള്ളാണ്. ഓക്കേ.